ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാം ഉണ്ട് എല്ലാവരും വിശേഷം? ഉച്ചയായി. ഇവിടെ ഭയങ്കര കാറ്റാണ്, ചൂടാണ്. കാറ്റ് ഭയങ്കര പറയണ്ട, ഭയങ്കര കാറ്റാണ്. പിന്നെ പറയാൻ, എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം. ഞാനിപ്പോൾ എന്താ പറയുക, ചെറിയൊരു ചാനലാണ്, അതൊന്ന് വലുതാക്കി എടുക്കണം. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് നമ്മളൊക്കെ ഇതിലേക്ക് വരുന്നത്. അത് വെച്ചാൽ പിന്നെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ചെറുത്ത് പറയാൻ എന്താ പറയുക, നമുക്കിപ്പോൾ നമ്മൾ വാടകയ്ക്കാണ് താമസം, അങ്ങനത്തെ ഇത്. പിന്നെ പറയാൻ എന്തായാലും നമ്മൾ ആരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വെറുതെ ഒരു ടൈം പാസിനോ നേരം പോക്കിനോ അല്ല. നമുക്കിപ്പോൾ അത് വീട്ടിലിപ്പോൾ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്നവർ, അതായത് വീട്ടമ്മമാർ, പിന്നെ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ സ്കൂളിലും ഭർത്താവ് പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റക്കാണ്. അപ്പം നമുക്കൊരു കുറച്ച് നേരം പോക്കുമായി, പിന്നെ മനസ്സിനൊരു സന്തോഷം, സമാധാനം. എല്ലാവരും നമ്മളെ വീഡിയോ കാണുമ്പോഴേ പിന്നെ ഓരോരുത്തർ എവിടെ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ ഓരോരുത്തർ എന്നുള്ളൊരു സന്തോഷം. പിന്നെ പറയാൻ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടെല്ലാം ചെയ്യുക. ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു കേട്ടോ. ഞാൻ ഇന്നലെ എപ്പോഴും കണ്ടേ, വൈകുന്നേരമാണോ എന്നൊക്കെ അറിയില്ല, രാവിലെയാണോ വൈകുന്നേരമാണോ അറിയില്ല, ഒരു പെൺകുട്ടി ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നു, റിബണിൽ ജനൽ കമ്പിയിൽ തൂങ്ങിയെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ കണ്ട് ന്യൂസിൽ. ഞാൻ ഒന്ന് രണ്ട് പിന്നെ ന്യൂസ് ചാനലിലൂടെയും കണ്ട്, അല്ലാതെയും കണ്ട്. അല്ല, നേരിട്ടല്ല കേട്ടോ, അല്ലാതെ ഓരോ വീഡിയോ എടുത്തിട്ട് അങ്ങനെ കണ്ടു, ഓരോരുത്തർ പിന്നെ ചാനൽ കണ്ട്. ഞാൻ ശരിക്കുള്ള ന്യൂസിൽ അതിലും കണ്ടു. എന്തല്ലേ നമ്മുടെ മക്കളുടെ ഒരവസ്ഥ. അത്ര ചെറിയൊരു കുട്ടി, അതും 11 വയസ്സുള്ള ഒരു പെൺകുട്ടി. ആ ഫോട്ടോ കാണുമ്പോൾ വല്ലാത്ത ടെൻഷന്. ആ 11 വയസ്സുള്ള ഒരു പെൺകുട്ടി, നമ്മളെന്ത് പറയുന്നു, ഒരു ഡ്രസ്സ് നേരെ ഇട്ടിട്ട് ഉണ്ടെങ്കിൽ ഡ്രസ്സ്, അതായത് തിരിച്ചിട്ടാൽ നമ്മൾ ഇപ്പോൾ കുട്ടികൾ എങ്ങനെയെങ്കിലും ഒന്ന് ഡ്രസ്സ് അങ്ങ് ഇടും, അപ്പോൾ അത് തിരിച്ചിടാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ ഒരു പ്രായത്തിൽ അത്രയൊക്കെ ഉള്ള ഒരു തിരിപാടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടി അങ്ങനെ ജനൽ കമ്പിയിൽ തൂങ്ങി, അതും റിബണിൽ പോലും. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റിബൺ നമ്മൾ മുടി പെൺകുട്ടികളുടെ മുടി പിന്നെ ഇട്ടിട്ട് കിട്ടുന്ന സാധനമല്ലേ റിബണ്, അതിൽ തൂങ്ങിന ന്യൂസിൽ കാണിക്കുന്നത്. ഇത് പെൺകുട്ടീൻ്റെ ഫോട്ടോസ് അത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ കാണിക്കുന്നുണ്ട് റിബണിൽ തൂങ്ങി. അങ്ങനെ റിബൺ ആ വീട്ടിലില്ല എന്നും പറയുന്നു. ഭയങ്കര ടെൻഷന് കണ്ടപ്പോൾ. നമ്മളെ മക്കളെ പോലെ തന്നെ ഈ 10 വയസ്സുള്ള ഒരു കുട്ടി എനിക്കുണ്ട്. 11 വയസ്സുള്ളൊരു കുട്ടി ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയുന്നില്ല. ആ വീട്ടിലെ അമ്മയില്ലേ, അച്ഛനില്ലേ എന്നൊന്നും വ്യക്തമായി ആ ന്യൂസിൽ പറയുന്നുമില്ല. അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ, അപ്പുറത്തെ വീട്ടിൽ അനിയത്തിക്കുട്ടി കളിക്കുകയെന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് 2 കുട്ടികളും കൂടി പിന്നെ ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് വന്ന് 2 കുട്ടികളും അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയി. തിരിച്ച് മൂത്ത കുട്ടി മാത്രം അങ്ങോട്ട് പോയിരുന്നു. അപ്പോഴും ആ വീട്ടിലുള്ള അമ്മയോ അച്ഛനും പിന്നെ അപ്പോൾ വീട്ടിലുണ്ടാവില്ലല്ലോ, പണിക്കൊക്കെ പോകുന്നതായിരിക്കും. വീടും ഇതൊക്കെ കണ്ടിട്ടൊരു സാധാരണ കുടുംബമെന്ന് തോന്നുന്നു. അമ്മ ആ വീട്ടിലില്ലായിരുന്നോ. എനിക്കെന്തോ ഭയങ്കര ടെൻഷനൊക്കെ കേട്ടപ്പോൾ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഒരു പൊട്ടി ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ. എനിക്ക് ടെൻഷൻ കൊണ്ട് ഭയങ്കര ടെൻഷനാണ് എനിക്ക്. ന്യൂസ് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താക്കുകയെന്നറിയാം, എനിക്ക് പണിക്ക് പോയിട്ട് വേവിക്കാനോട് പറയും. പിന്നെ രാത്രിയൊക്കെ ഓട്ടം കഴിഞ്ഞ് വന്ന് കയറി അപ്പം തന്നെ ഞാൻ പറയും, ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടിലേക്ക് അതായത് എന്നൊക്കെ പറയിക്കുക എന്നും പറയും. അപ്പം ഞാൻ ചോദിക്കുക എന്തെയ്തൊന്നും അറിയില്ല. അന്നേരം പറയില്ല, ചിലപ്പോൾ വണ്ടീൻ്റെ ഓട്ടത്തിനിടയിൽ നോക്കാമെന്നുള്ള ഇത് കിട്ടൂലല്ലോ. അപ്പം ഞാനെന്താക്കും, എല്ലാ ന്യൂസുകളും ഇങ്ങനത്തെ നോക്കും. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കുട്ടികളെ ഒരു മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാനാവില്ല, നമ്മൾ ഒരിക്കലും സഹിക്കാനാവില്ല. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ഞാനും ഭർത്താവും 2 മക്കളും നമ്മൾ താമസം. ഞാൻ വിചാരിക്കും എപ്പോൾ ഞാൻ ആദ്യം മരിച്ചാൽ മതി എന്ന് ഞാൻ പറയാം. എന്നാലും മരണത്തിൽ ഭയങ്കര പേടിയാണ്. മരിച്ചാൽ മതി എന്ന് ഞാൻ പറയല്. എന്താ വെച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള 3 ആളും ഓർമ്മ ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാനാവില്ല. ഞാൻ പറയുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, പിന്നെ ആരും പിന്നെ മരിക്കണ്ട, ഞാൻ ആദ്യം മരിച്ചത് പോയാൽ മതി. അപ്പോൾ ഇതൊന്നും കാണണ്ടല്ലോ, നമുക്ക് കാണണ്ടല്ലോ, അറിയണ്ടല്ലോ എന്ന് ഞാൻ പറയും.
എന്തായാലും ആ കുട്ടീൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. എന്താണോ അത് പലരും പലതും പറയുന്നുണ്ട് കേട്ടോ. അതിനടിയിലുള്ള കമൻറ്റുകൾ പല തരത്തിലാണ്. അതുകൊണ്ട് എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. നമ്മളെ മക്കളെല്ലാം അള്ളാഹ് കാക്കട്ടെ. 11 വയസ്സുള്ളൊരു കുട്ടി അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ കിട്ടിയിട്ടില്ലയെന്ന് ഞാൻ കണ്ട ന്യൂസിലുണ്ടായത്. ഇനിയിപ്പോൾ ഈ നേരമായില്ല, കിട്ടിയിട്ടൊക്കെ ഉണ്ടാവും. പിന്നീട് ഞാൻ ആ ന്യൂസ് കണ്ടിട്ടില്ല. പിന്നെ എന്തായാലും പടച്ചോൻ കാക്കട്ടെ നമ്മളെ മക്കളെ. എന്താണ് ആ കുട്ടിയിലുണ്ടായത്? ഒരിക്കലും കുട്ടിയായിട്ടൊരു റിബണിൽ തൂങ്ങി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് 3 നേരം ഭക്ഷണം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണോ എന്തോ, പടച്ചോൻ എന്തായാലും സത്യം വിളിച്ചിട്ട് കൊണ്ടുവരട്ടെ. എന്തായാലും വേണ്ടില്ല. ഞാൻ പറയുന്നത് എന്താ, പറയുന്നത് ഞാനും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എത്ര വേണ്ടപ്പെട്ടവരായാലും ആ ജീവൻ പോയിട്ടുള്ള കാരണക്കാരാരെന്നാലും എത്ര വേണ്ടപ്പെട്ടവരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അതിനൊരു സംശയം വേണ്ട. അത് ആരെന്നായാലും ശരി. എന്തോ നമ്മളെ മക്കളെല്ലാം പഠിച്ചോ കാക്കട്ടെ. എന്താണോ എന്തോ ഓരോരുത്തർ പറയുന്നുണ്ട് കുട്ടിയെന്തോ കണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നു. ഇപ്പോൾ അവിടുത്തെ നമുക്കിപ്പോൾ ന്യൂസിൽ കണ്ടിട്ടുള്ളതല്ലാതെ നമുക്കാരും ഒരു പേഴ്സണലായിട്ട് നമുക്കറിയില്ല. ന്യൂസ് കണ്ടിട്ട് നമുക്കറിയാം അതന്നെ. അതായത് നമ്മളെ മക്കളെല്ലാം നമുക്ക് ആക്കട്ടെ.